വയനാട്ടിൽ 9 മാസം മുമ്പ് ജീവനൊടുക്കിയ കോൺഗ്രസ് മുൻ DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ അവഗണിച്ചെന്ന പരാതി കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കുകയാണ്. കടബാധ്യത തീർക്കാനുള്ള കരാറിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി എന്ന വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. കോൺഗ്രസ് കരാർ പാലിച്ചില്ലെന്നും വീടിന്റെ ആധാരം എടുത്തു നൽകിയില്ലെന്നും ആവർത്തിച്ച പത്മജ കോൺഗ്രസിനെ 1% പോലും വിശ്വസിക്കില്ലെന്നും ആണ് പ്രതികരിച്ചത്. പത്മജ ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം കരാറിൽ നിന്നും പിന്മാറിയിട്ടില്ലെന്നാണ് ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ നൽകുന്ന വിശദീകരണം. എന്തായാലും വയനാട്ടിലെ കോൺഗ്രസിനെ മാത്രമല്ല സംസ്ഥാന തലത്തിൽ കോൺഗ്രസിനെ വലിയ വെട്ടിലാക്കുന്ന നീക്കങ്ങളാണ് വയനാട്ടിൽ സംഭവിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര തർക്കങ്ങളും പ്രതിസന്ധികളുമാണ് ഈ തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയായി അത് മാറുകയും ചെയ്യുന്നു. ഡാൻ കുര്യനും ഒപ്പം CV അനുമോദനും നമുക്ക് പരിചയപ്പെടുന്നു. ആദ്യം ഡാൻ കുര്യൻ, ഈ വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ചെറുതല്ല, ഇത് വയനാട്ടിലെ സംഭവമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. ഈ വിഷയത്തിൽ അവരൊക്കെ കുടുംബത്തിന് ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അത് വിശ്വാസമെടുത്തായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് കോൺഗ്രസിൽ വിശ്വാസമില്ലെന്ന കുടുംബം പറയുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു മരണം കൂടി ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഒരു വലിയ പ്രതിസന്ധി കൂടി അവിടെ രൂപപ്പെടുന്നതല്ലേ അവസ്ഥ. ഇതിനെ എങ്ങനെയാണ് സംസ്ഥാന നേതൃത്വം നോക്കിക്കാണുന്നത്? വയനാട്ടിൽ ഇപ്പോൾ തുടങ്ങിയതല്ല ഈ വിവാദങ്ങൾ. NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ സമയം മുതൽ തന്നെ വയനാട് DCC അധ്യക്ഷനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു ഘട്ടമായതിനാൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിൽ പാർട്ടിയിൽ പുനഃസംഘടന നടക്കുന്ന സമയത്ത് വയനാട് അധ്യക്ഷനെ മാറ്റിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് മുതിർന്ന നേതാക്കൾ എത്തുകയായിരുന്നു. പക്ഷേ ഈ കുടുംബം, NM വിജയൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ മറ്റു ചില നേതാക്കൾ കൂടി പങ്കുണ്ട് എന്ന തലത്തിൽ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തിയതോടെയാണ് കോൺഗ്രസ് നേതൃത്വം വെട്ടിലാകുകയും അങ്ങനെ KPCC നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കുകയൊക്കെ ചെയ്തത്. അന്വേഷണ സമിതി ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും തുടർ നടപടികളൊന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അതിന് പിന്നാലെയാണ് ടി സിദ്ദിഖ് MLA നൽകിയ വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും NM വിജയൻ്റെ മരുമകൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഈ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലടക്കം നടക്കുകയും ചെയ്തത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി അതിന് നൽകുന്ന മറുപടി ഇതിൽ രാഷ്ട്രീയമായ ഒരു നീക്കം, അതായത് കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള രാഷ്ട്രീയമായ ഒരു നീക്കം ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നു. അതിന് നിന്നു കൊടുക്കേണ്ടതില്ല. കൃത്യമായി പാർട്ടി അതിൽ നടപടി സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകത്തില്ല എന്ന് KPCC നേതൃത്വം ഇപ്പോഴും ഉറച്ചു തന്നെ പറയുകയാണ്. ഹൈക്കമാൻഡ് നേതൃത്വം അടക്കം ഈ വിഷയം ഗൗരവമായിട്ടാണ് കാണുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടാകുന്നത് എന്നതിനെ ഹൈക്കമാൻഡ് നേതൃത്വവും വളരെ ഗൗരവമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. CV അനുമോദുണ്ട്. അനുമോദ്, കോൺഗ്രസിലെ തമ്മിലടി വയനാട്ടിൽ സമീപകാലത്ത് 5 പേരുടെ ജീവൻ എടുത്തു എന്നതാണ് ചിത്രം. NM വിജയൻ, മകൻ, ഒപ്പം കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രവർത്തകൻ. ഇങ്ങനെ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ അതിരൂക്ഷമാണ് അവിടെ. ഇതിനെ എങ്ങനെയാണ് ടി സിദ്ദിഖ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ന്യായീകരണം നടത്തുന്നുണ്ട്. സംസ്ഥാന നേതൃത്വവും അത്രമൊരു ന്യായീകരണമാണ് നടത്തുന്നത്. പക്ഷേ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അവിടെ ആഭ്യന്തരമായി ജില്ലയിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിടുന്നത്? പ്രത്യേകിച്ച് പൊതുജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ഈ വിഷയത്തെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എങ്ങനെയാണ്? സജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി വലിയ വെല്ലുവിളി തന്നെ അവിടെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു വിഷയങ്ങൾ കൂടുതൽ പ്രതിസന്ധി തീർക്കുന്നത് എന്നതാണ് വസ്തുത. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി ഉള്ളപ്പോഴാണ് ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ടി സിദ്ദിഖിനെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോഴുണ്ടായ സംഭവവികാസങ്ങളുടെ എല്ലാം തന്നെ പോക്ക്. അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹമായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു ആരോപണങ്ങളിൽ മറുപടി പറയാൻ ബാധ്യസ്ഥനായ വ്യക്തി. അദ്ദേഹത്തിനെതിരെ DYയുടെ പ്രതിഷേധവും തുടർന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വിരൽ ചൂണ്ടുന്നത് ഈ കഴിഞ്ഞ ആത്മഹത്യകളും അതിന്റെ കാരണങ്ങളും എല്ലാം വഴിവെക്കുന്നത് ജില്ലാ നേതൃത്വവും
ജില്ലയിലെ മുതിർന്ന നേതാക്കളും നടത്തിയ സാമ്പത്തിക തിരിമറികളും മറ്റു ക്രമക്കേടുകളും പാർട്ടി പ്രവർത്തകർക്ക് വരെ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന പ്രതീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഒരു വിഷയത്തിൽ ഈ ആരോപണം ഉയർത്തുന്നവരെ തള്ളിക്കളയുന്ന തരത്തിലേക്കൊരു നിലപാട് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വവും പാർട്ടി നേതൃത്വവും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അവിടെ തന്നെ KPCC അധ്യക്ഷന്റെ സണ്ണി ജോസഫിന്റെ ഇന്നലത്തെ വാക്കുകൾ വലിയ തോതിൽ തന്നെ പ്രതിഷേധമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറയേണ്ടതുണ്ട്. ഇന്നലത്തെ വിഷയത്തിലേക്ക് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ പത്മജയുടെ ആത്മഹത്യാ ശ്രമവും അതിനെ തുടർന്ന് അവർ നടത്തിയ പ്രസ്താവനയും കോൺഗ്രസിനെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പത്മജയുടെ ഭർത്താവിന് ചികിത്സയ്ക്ക് സഹായം നൽകിയില്ല. അതുപോലെ തന്നെ മുൻപ് NM വിജയന് നൽകിയ ഉറപ്പുകൾ അതിന്റെ എഗ്രിമെന്റ് കോപ്പി പോലും അവരുടെ കൈവശം ഇപ്പോഴില്ല. അതെല്ലാം TM സിദ്ദിഖും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും വാങ്ങിച്ചു എന്ന ആരോപണം. അന്ന് വാക്ക് നൽകിയത് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ തന്നെ ചർച്ചയായി. അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനാണ് T സിദ്ദിഖ് ശ്രമിച്ചത്. അദ്ദേഹം പറയുന്നത് NM വിജയന് നൽകിയ 2 കാര്യങ്ങളും ഏറെക്കുറെ ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലതിന് സമയം വരും, സമയം എടുക്കുന്ന ചില വിഷയങ്ങളാണ്, അതിന് മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇവിടെ ഇടതുപക്ഷം ഇതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ന്യായീകരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കെ കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതും അതിനെ വഴിവെക്കുന്നതും ഒക്കെ CPMന്റെ ഇടപെടലാണ്, ബാഹ്യ ഇടപെടലാണെന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കോൺഗ്രസിന്റെ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് അവരുടെ ഇടയിലുണ്ടായിരുന്ന പലർക്കും സംഭവിച്ച ദുര്യോഗം, അവരുടെ കുടുംബത്തിന്റെ എല്ലാം പ്രതികരണം, ഇത് വലിയ തോതിൽ തന്നെ വിഷമമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് ഏതെല്ലാം തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിന് മുമ്പിൽ വലിയ തലവേദന തീർക്കുന്നതാണ് ഈ പ്രതിസന്ധി. സജിത്ത്, വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും വയനാട്ടിലെ തുടർച്ചയായി ഉണ്ടാവുന്ന മരണം അത് കോൺഗ്രസിന് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും പ്രതിസന്ധിയാണ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നിയമസഭയിലടക്കം ഈ വിഷയങ്ങൾ സർക്കാർ ഭരണപക്ഷം ഉയർത്തിവരും. സ്വാഭാവികമായും പ്രതിരോധിക്കാൻ കോൺഗ്രസും പാടുപെടും.